ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ബെന്യാസൻ. ഇംഗ്ലീഷ് ഭാഷ എളുപ്പത്തിൽ പഠിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഈ ക്ലാസ്സുകളിൽ നമ്മൾ നൽകുന്നത്. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. ഒന്ന്, നമ്മൾ കേട്ടതുപോലെ നമ്മുടെ ഭാഷയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും അതാദ്യം നമ്മൾ കാണും. അതിനുശേഷം നമ്മളത് ആവർത്തിക്കും, കേട്ട് പഠിക്കും. അതാണ് രണ്ടാമത്തേത്. നമ്മൾ മലയാളം പഠിച്ചതുപോലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവർ മലയാളം പഠിച്ചിട്ടുള്ളതുപോലെ നമ്മൾ കേട്ടായിരിക്കും ഈ ഭാഷ സ്വന്തമാക്കുക. അപ്പോൾ നമ്മൾ ക്ലാസ് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 2 ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടത് എന്താണ്? ഷുഡ്, അല്ലെ? ഷുഡിന്റെ ഉപയോഗമാണ് SHOULD, ഷുഡ്. ഇത് അതിന്റെ കൂടെ ബേസ് ഫോം വെച്ചാല് കുറച്ച് വാക്കുകൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ബേസ് ഫോം വെച്ചാല് നമുക്ക് നന്ന് കിട്ടും, അല്ലെ? അപ്പൊ നമ്മൾ 2 വാചകങ്ങൾ കണ്ടു. ഐ ഷുഡ് റൈറ്റ്, ഞാൻ എഴുതണം. പിന്നെ ഇതിന്റെ ചോദ്യം, നമ്മൾ ചോദ്യം ഉണ്ടാക്കുന്ന രീതിയൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഷുഡ് ഐ റൈറ്റ്, ഞാൻ എഴുതണോ? ഇന്ന് നമ്മൾ ഇതിന്റെ നെഗറ്റീവ് ആണ് കാണാൻ പോകുന്നത്. ഞാൻ എഴുതരുത്. എന്താണ്? ഞാൻ എഴുതരുത്. അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അതെങ്ങനെ പറയും ഇംഗ്ലീഷില്? വളരെ ലളിതമാണ്. എന്ത് ചെയ്യും? ഇവിടെ കൊണ്ടുപോയി നോട്ട് വയ്ക്കും. ഐ ഷുഡ് നോട്ട്, NOT, അല്ലെ? ഷുഡ് നോട്ട് റൈറ്റ്. ഇത്രയേ ഉള്ളൂ. ഇതിന്റെ അർത്ഥം എന്താണ്? ഞാൻ എഴുതരുത്, അല്ലെ? നീ എഴുതരുത്. യു ഷുഡ് നോട്ട് റൈറ്റ്. യു ഷുഡ് നോട്ട് റൈറ്റ്. നമ്മൾ എഴുതരുത്. വി ഷുഡ് നോട്ട് റൈറ്റ്. ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പൊ ഇത് നോട്ട് ഇവിടെ കൊണ്ടുപോയാണ് വയ്ക്കുന്നത്. ഐ നോട്ട് ഷുഡ് റൈറ്റ് അല്ല, ഐ ഷുഡ് റൈറ്റ് നോട്ട് ഒന്നും അല്ല. ഇംഗ്ലീഷുകാര് ഇത് ഇവിടെ വയ്ക്കുന്നത്. എന്തുകൊണ്ടാണ് അവര് അത് അവിടെ കൊണ്ട് വയ്ക്കുന്നത്? അവരുടെ ഭാഷ അവരിഷ്ടമുള്ളിടത്തോട്ട് വയ്ക്കും. നമ്മളാരാ ചോദിക്കാൻ? ഞങ്ങള് പ്രീ ഡിഗ്രി പഠിച്ചത് അന്ന് പ്രീ ഡിഗ്രി കോളേജിന്റെ ഭാഗമായിരുന്നു. +2 എന്ന് പറയുന്നത് പോലെ അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നു, കോളേജിന്റെ ഭാഗമായിരുന്നു. അപ്പൊ കോളേജിൽ മത്സരം ഉണ്ടാകുമല്ലോ, യൂണിയൻ മത്സരങ്ങൾ, 2 പാർട്ടിയായിട്ടൊക്കെ നിന്ന് മത്സരങ്ങള്. അപ്പോ കുറെ പേര് സ്വതന്ത്രന്മാരെന്ന പേരിൽ കുറച്ച് പേര് നിൽക്കും. സാധാരണ അവരൊന്നും ജയിക്കാറില്ല, നിലനിൽക്കും. അപ്പൊ ഈ വിക്ടറി ഡേ ഉണ്ട്, വിജയദിനമുണ്ട്. അപ്പൊ വിജയദിനത്തിന്റെ അന്ന് ഇവരുടെ എന്താണ് പ്രകടനങ്ങളാണ്. അപ്പൊ 2 പാർട്ടി, KSUം SFIയും ആണ് മെയിൻ. അപ്പൊ അവരിൽ നിന്ന് കുറെ പേര് ജയിച്ചിട്ടുണ്ടാകും, കുറച്ച് പേര് തോറ്റിട്ടുണ്ടാകും. 2 ഇതിൽ നിന്ന് പാനലായിട്ടൊക്കെ അല്ല മത്സരിക്കുന്നത്. അപ്പൊ അവര് അവിടെ വിജയദിനം ആഹ്ലാദ പ്രകടനം നടത്തിയാണ് വിജയദിനത്തില്. അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോ വേറൊരു കൂട്ടര് വരുന്നു പ്രകടനമായിട്ട്. അപ്പൊ അതില് മുമ്പിൽ നടന്ന ആള് മുദ്രാവാക്യം വിളിക്കുകയാണ്. എന്താണെന്നറിയോ? ജയിച്ചവര് ഇവിടെ 18 തോറ്റവർ 76. 76 സ്വതന്ത്രന്മാരാണ് നിന്നത്. എല്ലാവരും തോറ്റു. അപ്പൊ ആ ആളാണ് നേതാവ് വിളിച്ച് മുദ്രാവാക്യം വിളിക്കുന്ന. 75 പേര് പുറകില്, അവരെല്ലാവരും തോറ്റവരാ. അപ്പൊ അങ്ങനെ മുദ്രാവാക്യം വിളിച്ചു പോയിട്ട് ഇറ്റ് മസ്റ്റ് ബി 1982 അല്ല, ഇപ്പോഴും മറക്കുന്നില്ല അത്. 2ാമത്തെ മുദ്രാവാക്യമാണ് നമ്മളെ പ്രത്യേകം ശ്രദ്ധ ആകർഷിക്കുന്നത്. എന്താണെന്നറിയോ? അവിടെ പറയുകയാണ് 2ാമത്തെ മുദ്രാവാക്യം, ഇനിയും നിൽക്കും, ഇനിയും തോൽക്കും, ആരുണ്ട് ഇവിടെ ചോദിക്കാൻ. മുദ്രാവാക്യം, ആരുണ്ട് ഇവിടെ ചോദിക്കാം. അപ്പൊ ഇനിയും നിൽക്കും. അപ്പൊ അതുപോലെ ഞാൻ പറഞ്ഞു വന്നിരുന്നത്, അവരുടെ ഭാഷ അവർക്ക് ഇഷ്ടമുള്ള പോലെ പറയും, നമ്മളാരാ ചോദിക്കാൻ. അപ്പൊ അവരിങ്ങനെ പറയുന്നത് നമ്മൾ മാറ്റി പറയരുത്. അവരുടെ ഭാഷയിൽ ഇംഗ്ലീഷുകാരുടെ ഭാഷ നമ്മൾ ഇനി മാറ്റരുത്. ഐ ഷുഡ് നോട്ട് റൈറ്റ്, ഞാൻ എഴുതരുത്, അത് ചെയ്യരുത്, അല്ലെ? നീ പോകരുത്. യു ഷുഡ് നോട്ട് ഗോ, നീ പോകണം. യു ഷുഡ് ഗോ, നീ പോകരുത്. യു ഷുഡ് നോട്ട് ഗോ. ഇത്രയല്ല. ഇതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇതൊന്ന് എഴുതിയെടുത്തേക്ക്. അപ്പൊ ഇത് 3ാമത്തെ വാചകമാണ്, അല്ലെ? ഐ ഷുഡ് റൈറ്റ്, ഞാൻ എഴുതണം. അതിന്റെ ചോദ്യം എന്താണ്? ഷുഡ് മുമ്പിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തതാണ്.
ഷുഡ് ഐ റൈറ്റ്? ഞാൻ എഴുതണോ? ഇനി നെഗറ്റീവ്, ഞാൻ എഴുതരുത്, ഐ ഷുഡ് നോട്ട് റൈറ്റ്. അതുപോലെ ഇതെല്ലാം നമുക്ക് എഴുതാം. വി ഷുഡ് നോട്ട് റൈറ്റ്, ഞങ്ങൾ എഴുതരുത്, നമ്മൾ എഴുതരുത്. യു ഷുഡ് നോട്ട് റൈറ്റ്, നീ എഴുതരുത്, നിങ്ങൾ എഴുതരുത്, അതെല്ലാം പറയും. പിന്നെ എന്താണ്? അവൻ എഴുതരുത്, ഹി ഷുഡ് നോട്ട് റൈറ്റ്. എല്ലാം ഒരേപോലെ തന്നെ ഇരിക്കുന്നു, ഈ സബ്ജക്ട് മാത്രം മാറുള്ളൂ. ഇവിടെ ഷീ സബ്ജക്ട്, അവൾ എഴുതരുത്, ഷീ ഷുഡ് നോട്ട് റൈറ്റ്. അവർ എഴുതരുത്, ദേ ഷുഡ് നോട്ട് റൈറ്റ്. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് എഴുതിയേക്കുക, ഐ ഷുഡ് നോട്ട് റൈറ്റ്. മറ്റത് സമയം കിട്ടുമെങ്കിൽ നിങ്ങൾ എഴുതിക്കോ, എല്ലാം വെച്ച് എഴുതിക്കോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പ്രാക്ടീസ് തുടങ്ങുകയാണ്. പ്രാക്ടീസ് ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പഠിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഒരു കാര്യം, ഒരു ചെറിയ കാര്യം പഠിക്കുന്ന, അത് വെച്ച് പിന്നീട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ, നിങ്ങളുടെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന പോലെ രണ്ടുപേരും ഇരുന്ന് ചെയ്താൽ മതി. അപ്പൊ ഇതേ ഉള്ളൂ ഇന്ന് പഠിക്കുന്നത്, ഐ ഷുഡ് നോട്ട് റൈറ്റ്, ഞാൻ എഴുതരുത്. അപ്പൊ നമുക്ക് റൈറ്റ് വെച്ച് തന്നെ നമ്മുടെ പ്രാക്ടീസ് തുടങ്ങാം. റൈറ്റ്, WRITE, എന്താണ്? എഴുതുക. അത് ബേസ് ഫോം ആണ് അല്ലേ? ആ വാക്കൊക്കെ നമ്മൾ പഠിക്കണം, ബേസ് ഫോം ആണ് അത്. അപ്പൊ അത് വെച്ച് നമ്മൾ തുടങ്ങിയാണ്. എന്താണ്? അതിനെണ്ണം നമുക്ക് പറയാലോ, പെട്ട കഴിഞ്ഞ ദിവസം കണ്ടത്. ഞാൻ എഴുതണം, ഐ ഷുഡ് റൈറ്റ്. ഞാൻ എഴുതണോ? ഷുഡ് ഐ റൈറ്റ്. ഇനി അടുത്തത്, ഞാൻ എഴുതരുത്, ഐ ഷുഡ് നോട്ട് റൈറ്റ്. ഐ ഷുഡ് നോട്ട് റൈറ്റ്. ഞാൻ എഴുതരുത്, ഐ ഷുഡ് നോട്ട് റൈറ്റ്. ഇങ്ങനെ ഞാൻ മലയാളം പറയുന്നു, നിങ്ങൾ ഇംഗ്ലീഷ് ഉറക്കെ പറയണം. നിങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം. അങ്ങനെ കേട്ട് നമ്മൾ ഈ ഭാഷ പഠിക്കും. ഓക്കെ, ഞാൻ എഴുതരുത്, ഐ ഷുഡ് നോട്ട് റൈറ്റ്. ഞാൻ എഴുതരുത്, 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 ഞാൻ എഴുതരുത്. ഓക്കെ, അടുത്തത് വി, ഞങ്ങൾ എഴുതണം, വി ഷുഡ് റൈറ്റ്. ഞങ്ങൾ എഴുതണോ? ഷുഡ് വി റൈറ്റ്. ഇനി മൂന്നാമത്തെ ഇന്ന് പഠിച്ചത്, ഞങ്ങൾ എഴുതരുത്, വി ഷുഡ് നോട്ട് റൈറ്റ്. വി ഷുഡ് നോട്ട് റൈറ്റ്. ഞങ്ങൾ എഴുതരുത്, വി ഷുഡ് നോട്ട് റൈറ്റ്. ഓക്കെ, ഇനി ഞാൻ മലയാളം, നിങ്ങൾ ഇംഗ്ലീഷ്. ഞങ്ങൾ എഴുതരുത്, ഞങ്ങൾ എഴുതരുത്, ഞങ്ങൾ എഴുതരുത്, ഞങ്ങൾ എഴുതരുത്, ഞങ്ങൾ എഴുതരുത്, ഞങ്ങൾ എഴുതരുത്, നമ്മൾ 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 എഴുതരുത്. ഓക്കെ, ഇനി അടുത്തത് യു, നീ എഴുതണം. ആദ്യം പഠിച്ചത് യു ഷുഡ് റൈറ്റ്. നീ എഴുതണോ? ഷുഡ് യു റൈറ്റ്. ഇനി അടുത്തത് ഇന്ന് പഠിച്ചത്, നീ എഴുതരുത്, യു ഷുഡ് നോട്ട് റൈറ്റ്. യു ഷുഡ് നോട്ട് റൈറ്റ്. നീ എഴുതരുത്, യു ഷുഡ് നോട്ട് റൈറ്റ്. ഓക്കെ, നീ എഴുതരുത്, നീ എഴുതരുത്, നീ എഴുതരുത്, നീ എഴുതരുത്, നിങ്ങൾ എഴുതരുത്, നിങ്ങൾ എഴുതരുത്, നിങ്ങൾ എഴുതരുത്, താങ്കൾ എഴുതരുത്, താങ്കൾ എഴുതരുത്, താങ്കൾ എഴുതരുത്, താങ്കൾ എഴുതരുത്. ഇനി അടുത്തത് അവൻ എഴുതരുത്. അറിയുമ്പോ രണ്ടെണ്ണം പഠിച്ചത്. അവൻ എഴുതണം, ഹി ഷുഡ് റൈറ്റ്. അവൻ എഴുതണോ? ഷുഡ് ഹി റൈറ്റ്. അവൻ എഴുതരുത്, ഹി ഷുഡ് നോട്ട് റൈറ്റ്. ഹി ഷുഡ് നോട്ട് റൈറ്റ്. അവൻ എഴുതരുത്, ഹി ഷുഡ് നോട്ട് റൈറ്റ്. ഓക്കെ, ഞാൻ മലയാളം, നിങ്ങൾ ഇംഗ്ലീഷ് ഉറക്കെ പറയണേ. അവൻ എഴുതരുത്, അവൻ എഴുതരുത്, അവൻ എഴുതരുത്, അവൻ എഴുതരുത്, അവൻ എഴുതരുത്, അവൻ എഴുതരുത്, അയാൾ എഴുതരുത്, അയാൾ എഴുതരുത്, അയാൾ എഴുതരുത്, അയാൾ എഴുതരുത്, അയാൾ എഴുതരുത്, അദ്ദേഹം എഴുതരുത്, അദ്ദേഹം എഴുതരുത്, അദ്ദേഹം എഴുതരുത്, അദ്ദേഹം എഴുതരുത്. ഓക്കെ, എനിക്ക് തെറ്റി പോകുന്നില്ല ഇടയ്ക്ക്. ഇനി അവൾ
അവളെ കുറിച്ച് അവൾ എഴുതണം ഷീ ഷുഡ് റൈറ്റ്, അവൾ എഴുതണോ ഷുഡ് ഷീ റൈറ്റ്, അവൾ എഴുതരുത് ഷീ ഷുഡ് നോട്ട് റൈറ്റ്, ഷീ ഷുഡ് നോട്ട് റൈറ്റ്. ഓക്കെ, അവൾ എഴുതരുത്, 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 അവൾ എഴുതരുത്. ഓക്കെ, ലാസ്റ്റ് വൺ. ഇനി അവർ അല്ലേ, അവർ എഴുതരുത്. അപ്പൊ അവരിന് പകരം വേറെ കുട്ടികൾ എഴുതരുത്, അല്ലെ വിദ്യാർത്ഥികൾ എഴുതരുത്, സ്റ്റുഡൻസ് ഷുഡ് നോട്ട് റൈറ്റ്. കുട്ടികൾ എഴുതരുത്, ചിൽഡ്രൻ ഷുഡ് നോട്ട് റൈറ്റ് അല്ലേ. അധ്യാപകർ എഴുതരുത്, ടീച്ചേഴ്സ് ഷുഡ് നോട്ട് റൈറ്റ്. അതൊക്കെ ഇവിടെ വയ്ക്കാം, ദയ്ക്ക് പകരം പ്ലൂരല്, ഒന്നിൽ കൂടുതലുള്ളതാണ് പ്ലൂരൽ നമുക്കറിയാം. ഓക്കെ, അവർ എഴുതണം, ദേ ഷുഡ് റൈറ്റ്, അവർ എഴുതണോ ഷുഡ് ദേ റൈറ്റ്. മൂന്നാമത്തത് അവർ എഴുതരുത്, ദേ ഷുഡ് നോട്ട് റൈറ്റ്, ദേ ഷുഡ് നോട്ട് റൈറ്റ്. അവർ എഴുതരുത്, 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 അവർ എഴുതരുത്. ഓക്കെ, നമുക്കിനി അടുത്ത വെർബ് എടുക്കാം. നമ്മൾ 5 വെർബുകളാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ഞാൻ 45 മിനിറ്റ് ഒക്കെ ഒരു പ്രാക്ടീസ് ചെയ്യും പിള്ളേരെ. നമുക്ക് അത്രയും സമയം എടുക്കുന്നില്ല. അപ്പൊ നിങ്ങളിത് കൂടുതൽ പ്രാക്ടീസ് ചെയ്താലേ ഇത് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അടുത്തത് നമുക്ക് ഡു എന്നുള്ളത് എടുക്കാം. ഡു കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. ഡൂന്റെ അർത്ഥം എന്താണ്? ചെയ്യുക അല്ലേ, ചെയ്യുക അല്ലെ, ശരിയല്ലേ? ഇത് എന്ത് ഫോമാണ്? ബേസ് ഫോമാണ്. ഇത് ബേസ് ഫോം. ആ വാക്ക് പഠിക്കണേ, മറന്നു പോകരുത്. അപ്പോ നമുക്ക് ഇതിലൂടെ ഒരു വാക്കുകൂടി ചെയ്യാം. ദാറ്റ് അല്ലേ, ദാറ്റ് അല്ലെങ്കിൽ ഇറ്റ്, IT, ഇറ്റ് എന്ന് വെച്ചാൽ അത്. യു ഷുഡ് ഡു ദാറ്റ്, യു ഷുഡ് ഡു ഇറ്റ്. നീ അത് ചെയ്യണം. ഓക്കെ, അപ്പോ ഓക്കെ, ഞാനത് ചെയ്യണം. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഇംഗ്ലീഷിന്റെ പറയുന്ന രീതി വ്യത്യാസമുണ്ട്. നമ്മൾ മലയാളം പറയുന്ന പോലെയല്ല. ഞാൻ അത് ചെയ്യണം, അതെന്ന് നമ്മൾ ഞാൻ ശേഷമാണ് പറയുന്നത്. ശേഷമാണ് നമ്മൾ വെർബ് പറയുന്നത്. ചെയ്യണം എന്നുള്ള വെർബ് ക്രിയ നമ്മൾ മലയാളത്തിൽ അവസാനമാണ് പറയുന്നത്. ഇംഗ്ലീഷുകാർ അങ്ങനെയല്ല, സബ്ജക്റ്റ് പറഞ്ഞ ഉടനെ വെർബ് പറയും. ഐ ഷുഡ് ഡു ദാറ്റ്, ഞാൻ അത് ചെയ്യണം. ഐ ഷുഡ് ഡു ദാറ്റ്, ഐ ഷുഡ് ഡു ദാറ്റ്. ഞാനത് ചെയ്യണം, ഞാനത് ചെയ്യണോ. ഷുഡ് ഐ ഡു ദാറ്റ്, ഷുഡ് ഐ ഡു ദാറ്റ്. ഞാനത് ചെയ്യണോ, ഞാനത് ചെയ്യരുത്. ഐ ഷുഡ് നോട്ട് ഡു ദാറ്റ്, ഐ ഷുഡ് നോട്ട് ഡു ദാറ്റ്. ഞാനത് ചെയ്യരുത്, ഐ ഷുഡ് നോട്ട് ഡു ദാറ്റ്. കേട്ടോ? ഓക്കെ, ദാറ്റ് എന്ന് പറയുമ്പോ അത് എന്നുള്ള അർത്ഥത്തില. അപ്പോ ഈ വാക്കുകൾ ഇങ്ങനെ നമ്മൾ പഠിക്കണം. ഞാനത് ചെയ്യരുത്, ഐ ഷുഡ് നോട്ട് ഡു ദാറ്റ്. ഞാനത് ചെയ്യരുത്, 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 ഞാനത് ചെയ്യരുത്. നമ്മളത് ചെയ്യണം, വി ഷുഡ് ഡു ദാറ്റ്. നമ്മളത് ചെയ്യണം, വി ഷുഡ് ഡു ദാറ്റ്. നമ്മളത് ചെയ്യണോ, ഷുഡ് വി ഡു ദാറ്റ്, ഷുഡ് വി ഡു ദാറ്റ്. ഇനി ഇന്ന് പഠിച്ചത് നമ്മളത് ചെയ്യരുത്, വി ഷുഡ് നോട്ട് ഡു ദാറ്റ്, വി ഷുഡ് നോട്ട് ഡു ദാറ്റ്. നമ്മളത് ചെയ്യരുത്, വി ഷുഡ് നോട്ട് ഡു ദാറ്റ്. ഓക്കെ, അപ്പൊ ഞാൻ മലയാളം പറയുന്നു, നിങ്ങൾ ഇംഗ്ലീഷ് ഓറൊക്കെ പറയുന്നു. നമ്മളത് ചെയ്യരുത്, നമ്മളത് ചെയ്യരുത്, നമ്മളത് ചെയ്യരുത്, നമ്മളത് ചെയ്യരുത്, ഞങ്ങളത് 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 ചെയ്യരുത്. ഓക്കെ, ഇനി യു, നീ അത് ചെയ്യണം, യു ഷുഡ് ഡു ദാറ്റ്. നീ അത് ചെയ്യണോ, ഷുഡ് യു ഡു ദാറ്റ്, ഷുഡ് യു ഡു ദാറ്റ്. നീ അത് ചെയ്യരുത്, യു ഷുഡ് നോട്ട് ഡു ദാറ്റ്. യു ഷുഡ് നോട്ട് വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞു മതി, യു ഷുഡ് നോട്ട് ഡു ദാറ്റ്, യു ഷുഡ് നോട്ട് ഡു ദാറ്റ്. നീ അത് ചെയ്യരുത്, യു ഷുഡ് നോട്ട് ഡു ദാറ്റ്. നീ അത് ചെയ്യരുത്, നീ അത് ചെയ്യരുത്,
നീ അത് ചെയ്യരുത്, നീ അത് ചെയ്യരുത്, നീ അത് ചെയ്യരുത്, നീ അത് ചെയ്യരുത്, നിങ്ങളത് ചെയ്യരുത്, നിങ്ങളത് ചെയ്യരുത്, നിങ്ങളത് ചെയ്യരുത്, താങ്കളത് ചെയ്യരുത്, താങ്കളത് ചെയ്യരുത്, താങ്കളത് ചെയ്യരുത്, താങ്കളത് ചെയ്യരുത്, അങ്ങ് അത് ചെയ്യരുത്, അങ്ങ് അത് ചെയ്യരുത്. ഓക്കെ, ഇനി അടുത്തത് അവനല്ലേ, അവനത് ചെയ്യണം, ഹി ഷുഡ് ഡു ദാറ്റ്. അവനത് ചെയ്യണം, ഹി ഷുഡ് ഡു ദാറ്റ്. ചോദ്യം എങ്ങനെയാണ്? ഷുഡ് ഹി ഡു ദാറ്റ്? അവനത് ചെയ്യണോ? പിന്നെ ഇന്ന് പഠിച്ചത് അവനത് ചെയ്യരുത്, ഹി ഷുഡ് നോട്ട് ഡു ദാറ്റ്, ഹി ഷുഡ് നോട്ട് ഡു ദാറ്റ്. അങ്ങനെ പറയാം. അവനത് ചെയ്യരുത്, ഹി ഷുഡ് നോട്ട് ഡു ദാറ്റ്. അവനത് ചെയ്യരുത്, അവനത് ചെയ്യരുത്, അവനത് ചെയ്യരുത്, അവനത് ചെയ്യരുത്, അവനത് ചെയ്യരുത്, അവനത് ചെയ്യരുത്, അയാൾ അത് 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 ചെയ്യരുത്, അദ്ദേഹം അത് ചെയ്യരുത്, അദ്ദേഹം അത് ചെയ്യരുത്, അദ്ദേഹം അത് ചെയ്യരുത്. ഓക്കെ, ഇനി അവൾ അത് ചെയ്യരുത്. അപ്പൊ ആദ്യം പഠിച്ച രണ്ടെണ്ണം. അവൾ അത് ചെയ്യണം, ഷീ ഷുഡ് ഡു ദാറ്റ്. അവൾ അത് ചെയ്യണോ? ഷുഡ് ഷീ ഡു ദാറ്റ്. അവൾ അത് ചെയ്യരുത്, അതാണ് ഇന്ന് പഠിച്ചത്. അവൾ അത് ഷീ ഷുഡ് നോട്ട് ഡു ദാറ്റ്, ഷീ ഷുഡ് നോട്ട് ഡു ദാറ്റ്. അവൾ അത് ചെയ്യരുത്, ഷീ ഷുഡ് നോട്ട് ഡു ദാറ്റ്. അവൾ അത് ചെയ്യരുത്, 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 അവൾ അത് ചെയ്യരുത്. ഇനി അതാണ് ദേ അല്ലേ, അവർ അത് ചെയ്യണം, ദേ ഷുഡ് ഡു ദാറ്റ്. അവർ അത് ചെയ്യണോ? ഷുഡ് ദേ ഡു ദാറ്റ്. അവർ അത് ചെയ്യരുത്, ദേ ഷുഡ് നോട്ട് ഡു ദാറ്റ്. അവർ അത് ചെയ്യരുത്, ദേ ഷുഡ് നോട്ട് ഡു ദാറ്റ്. അവർ അത് ചെയ്യരുത്, 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 അവർ അത് ചെയ്യരുത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു വെർബ് എടുക്കാം. നമ്മൾ റൈറ്റും ഡു അല്ലേ കണ്ടത്. അപ്പൊ നമുക്ക് ഗോ, ഗോ നമ്മൾ സ്ഥിരം എടുക്കുന്നതാണ് അല്ലെ, ഗോ പോകുക അല്ലെ, ഗോ. അപ്പോ എന്താണ്? ഞാൻ പോകണം, ഐ ഷുഡ് ഗോ. ഞാൻ പോകണോ? ഷുഡ് ഐ ഗോ. ഞാൻ പോകരുത്, ഐ ഷുഡ് നോട്ട് ഗോ, ഐ ഷുഡ് നോട്ട് ഗോ. ഞാൻ പോകരുത്, ഞാൻ അവിടെ പോകരുത്. നമുക്കിത് അങ്ങനെ പറയാം. അവിടെ എന്നുള്ളതിന്റെ വാക്ക് എന്താണ്? there എന്നല്ലേ, THERE, there. ഞാൻ അവിടെ പോകരുത്. നമ്മൾ കണ്ടോ, നമ്മൾ ഞാൻ പറഞ്ഞ ഉടനെ അവിടെ എന്ന് പറയും. ഇംഗ്ലീഷിൽ അങ്ങനെ പറയില്ല, അവർ അവസാനം പറയുള്ളൂ. അത് അവരുടെ ഇഷ്ടം. ഞാൻ അവിടെ പോകരുത്, ഐ ഷുഡ് നോട്ട് ഗോ there. ഐ ഷുഡ് ഗോ there, ഷുഡ് ഐ ഗോ there. മൂന്നാമത്തെ വാചകം, ഐ ഷുഡ് നോട്ട് ഗോ there. ഞാൻ അവിടെ പോകരുത്, ഐ ഷുഡ് നോട്ട് ഗോ there. ഞാൻ അവിടെ പോകരുത്, ഐ ഷുഡ് നോട്ട് ഗോ there. ഞാൻ അവിടെ പോകരുത്, 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 ഞാൻ അവിടെ പോകരുത്. ഇനി അടുത്തത് ബി, നമ്മൾ അവിടെ പോകണം, വി ഷുഡ് ഗോ there, വി ഷുഡ് ഗോ there. നമ്മൾ അവിടെ പോകണോ? ഷുഡ് വി ഗോ there. ഓക്കെ, ഇനി മൂന്നാമത്തെ ഇന്ന് പഠിച്ചത്, നമ്മൾ അവിടെ പോകരുത്, വി ഷുഡ് നോട്ട് ഗോ there. അങ്ങനെ പറഞ്ഞു പഠിക്കാം, വി ഷുഡ് നോട്ട് ഗോ there. നമ്മൾ അവിടെ പോകരുത്, വി ഷുഡ് നോട്ട് ഗോ there. നമ്മൾ അവിടെ പോകരുത്, 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 ഞങ്ങൾ 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 അവിടെ പോകരുത്.
അടുത്തത് യു അല്ലെ, യു വെച്ച് നീ അവിടെ പോകണം. യു ഷുഡ് ഗോ ദർ. നീ അവിടെ പോകണോ? ഷുഡ് യു ഗോ ദർ. ഇനി ഇന്ന് പഠിച്ചത് നീ അവിടെ പോകരുത്. യു ഷുഡ് നോട്ട് ഗോ ദർ. യു ഷുഡ് നോട്ട് ഗോ ദർ. നീ അവിടെ പോകരുത്. യു ഷുഡ് നോട്ട് ഗോ ദർ. ഓർക്കെ പറ. We shall start. നീ അവിടെ പോകരുത്. നീ അവിടെ പോകരുത്. നീ അവിടെ പോകരുത്. നീ അവിടെ പോകരുത്. നിങ്ങൾ 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 അവിടെ പോകരുത്. താങ്കൾ 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 അവിടെ പോകരുത്. ഓക്കെ, ഞാൻ അടുത്തത് ഹി. അവൻ അവിടെ പോകണം. എങ്ങനെ പറയും? ഹി ഷുഡ് ഗോ ദർ. ഹി ഷുഡ് ഗോ ദർ. അവനവിടെ പോകണോ? ഷുഡ് ഹി ഗോ ദർ. പിന്നെ ഇന്ന് കണ്ടത് അവൻ അവിടെ പോകരുത്. ഹി ഷുഡ് നോട്ട് ഗോ ദർ. ഹി ഷുഡ് നോട്ട് ഗോ ദർ. അവനവിടെ പോകരുത്. ഹി ഷുഡ് നോട്ട് ഗോ ദർ. അവനവിടെ പോകരുത്. അവനവിടെ പോകരുത്. അവനവിടെ പോകരുത്. അവനവിടെ പോകരുത്. അവനവിടെ പോകരുത്. അവനവിടെ പോകരുത്. അയാൾ അവിടെ പോകരുത്. അയാൾ അവിടെ പോകരുത്. അയാൾ അവിടെ പോകരുത്. അയാൾ അവിടെ പോകരുത്. അദ്ദേഹം അവിടെ പോകരുത്. അദ്ദേഹം അവിടെ പോകരുത്. അദ്ദേഹം അവിടെ പോകരുത്. അദ്ദേഹം അവിടെ പോകരുത്. ഇനി അടുത്തത് ഷീ അല്ലെ, അവൾ അവിടെ പോകണം. ഷീ ഷുഡ് ഗോ ദർ. ഷീ ഷുഡ് ഗോ ദർ. അവൾ അവിടെ പോകണം. പിന്നെ ചോദ്യം, അവൾ അവിടെ പോകണോ? ഷുഡ് ഷീ ഗോ ദർ. ഷുഡ് ഷീ ഗോ ദർ. അവൾ അവിടെ പോകരുത്. ഷീ ഷുഡ് നോട്ട് ഗോ ദർ. ഷീ ഷുഡ് നോട്ട്. അങ്ങനെ പറഞ്ഞു പഠിക്കുക. ഷീ ഷുഡ് നോട്ട് ഗോ ദർ. അവൾ അവിടെ പോകരുത്. 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 ഓക്കെ, ഇനി എന്താണ്? അവരല്ലേ, അവർ അവിടെ പോകണം. ദേ ഷുഡ് ഗോ ദർ. അവർ അവിടെ പോകണോ? ഷുഡ് ദേ ഗോ ദർ. ഇന്ന് കണ്ടത് അവർ അവിടെ പോകരുത്. ദേ ഷുഡ് നോട്ട് ഗോ ദർ. ദേ ഷുഡ് നോട്ട് ഗോ ദർ. അവർ അവിടെ പോകരുത്. ദേ ഷുഡ് നോട്ട് ഗോ ദർ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് ഉറക്കെ പറയുന്നു, ഞാൻ മലയാളം ഉറക്കെ പറയുന്നു. അവർ അവിടെ പോകരുത്. 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 ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഹെൽപ്പ് എടുക്കാം. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ഒരു വാക്ക് കൂട്ടിച്ചേർക്കാം. എന്താണ്? ഒരു വാക്കല്ല, പലതും കൂട്ടിച്ചേർക്കാം. ദം എന്നൊക്കെ പറഞ്ഞേ, ഞാൻ അവരെ സഹായിക്കണം. ഞാൻ അവരെ സഹായിക്കണോ? ഞാൻ അവരെ സഹായിക്കരുത് അല്ലേ, അങ്ങനെയൊക്കെ പറയാം. ഞാൻ അവരെ സഹായിക്കണം. ഐ ഷുഡ് ഹെൽപ്പ് ദം. അവരെ, അതൊക്കെ പഠിക്കണേ. ഞാൻ അവരെ സഹായിക്കണം. ഐ ഷുഡ് ഹെൽപ്പ് ദം. അതിന് ചോദ്യം, ഷുഡ് ഐ ഹെൽപ്പ് ദം? ഞാൻ അവരെ സഹായിക്കണോ? ഞാൻ അവരെ സഹായിക്കരുത്. ഐ ഷുഡ് നോട്ട് ഹെൽപ്പ് ദം. THEM അല്ലേ, നമ്മൾ നേരത്തെ ആദ്യത്തെ ക്ലാസ്സിൽ എഴുതിയത്. ഞാൻ അവരെ സഹായിക്കരുത്. ഐ ഷുഡ് നോട്ട് ഹെൽപ്പ് ദം. ഐ ഷുഡ് നോട്ട് ഹെൽപ്പ് ദം. ഓക്കെ, ഞാൻ അവരെ സഹായിക്കരുത്. 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 ഇനി ഞങ്ങൾ അവരെ സഹായിക്കണം. വി ഷുഡ് ഹെൽപ്പ് ദം. ഞങ്ങൾ അവരെ സഹായിക്കണോ? ഷുഡ് വി ഹെൽപ്പ് ദം? ഇന്ന് പഠിച്ചത് ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അവരെ സഹായിക്കരുത്. നമ്മൾ അവരെ സഹായിക്കരുത്. വി ഷുഡ് നോട്ട് ഹെൽപ്പ് ദം. വി ഷുഡ് നോട്ട് ഹെൽപ്പ് ദം. ഓക്കെ, നമ്മൾ അവരെ സഹായിക്കരുത്. നമ്മൾ അവരെ സഹായിക്കരുത്.
നമ്മൾ അവരെ സഹായിക്കരുത്, 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 ഞങ്ങൾ 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 അവരെ സഹായിക്കരുത്. ഓക്കെ, ഇനി നീ എന്നുള്ളത് അല്ലെ, അതിന്റെ കൂടെ നമുക്ക് അവനെ എന്നാക്കാം. നീ അവനെ സഹായിക്കണം, ഹിം അല്ലെ, അവനെ എന്നുള്ളതിന് വാക്കുന്നതാണ് ഹിം, HIM. ഓക്കെ, നീ അവനെ സഹായിക്കണം. യു ഷുഡ് ഹെൽപ്പ് ഹിം, യു ഷുഡ് ഹെൽപ്പ് ഹിം. ക്വസ്റ്റ്യൻ, ഷുഡ് യു ഹെൽപ്പ് ഹിം? നീ അവനെ സഹായിക്കണോ, നീ അവനെ സഹായിക്കരുത്. യു ഷുഡ് നോട്ട് ഹെൽപ്പ് ഹിം, യു ഷുഡ് നോട്ട് ഹെൽപ്പ് ഹിം, യു ഷുഡ് നോട്ട് ഹെൽപ്പ് ഹിം. നീ അവനെ സഹായിക്കരുത്, 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 നിങ്ങൾ 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 അവനെ സഹായിക്കരുത്, താങ്കൾ അവനെ സഹായിക്കരുത്, താങ്കളെ സഹായിക്കരുത്, താങ്കൾ അവനെ സഹായിക്കരുത്. ഓക്കെ, ഇനി അടുത്തത് അവൻ അവളെ സഹായിക്കരുത് അല്ലെ, അവൻ അവളെ സഹായിക്കരുത്, അവൻ അവളെ സഹായിക്കണം. ഹി ഷുഡ് ഹെൽപ്പ് ഹെർ, അവളെ എന്നുള്ളതിന് വാക്ക് ഹെർ എന്നുള്ളതാണ്, HER, ഹെർ. അപ്പോ ഹി ഷുഡ് ഹെൽപ്പ് ഹെർ, അവൻ അവളെ സഹായിക്കണം. ഹി ഷുഡ് ഹെൽപ്പ് ഹെർ, അവൻ അവളെ സഹായിക്കണോ. ഷുഡ് ഹി ഹെൽപ്പ് ഹെർ, അവൻ അവളെ സഹായിക്കരുത്, അവൻ അവളെ സഹായിക്കരുത്. ഹി ഷുഡ് നോട്ട് ഹെൽപ്പ് ഹെർ. പറയാൻ ബുദ്ധിമുട്ടുണ്ട്, ഹെൽപ്പ് ഹെർ. ഓക്കെ, HER, ഹെർ, അവളെ. അവളുടെ എന്നുള്ളതിനും ഹെർ എന്ന് തന്നെയാണ് ഇംഗ്ലീഷുകാർ പറയുന്നത്. ഓക്കെ, അവൻ അവളെ സഹായിക്കരുത്. ഹി ഷുഡ് നോട്ട് ഹെൽപ്പ് ഹെർ, ഹി ഷുഡ് നോട്ട് ഹെൽപ്പ് ഹെർ. അവൻ അവളെ സഹായിക്കരുത്, അവൻ അവളെ സഹായിക്കരുത്, അവൻ അവളെ സഹായിക്കരുത്, അവൻ അവളെ സഹായിക്കരുത്. അയാൾ അവളെ സഹായിക്കരുത്, അയാൾ അവളെ സഹായിക്കരുത്, അയാൾ അവളെ സഹായിക്കരുത്, അയാൾ അവളെ സഹായിക്കരുത്. അദ്ദേഹം അവളെ സഹായിക്കരുത്, അദ്ദേഹം അവളെ സഹായിക്കരുത്, അദ്ദേഹം അവളെ സഹായിക്കരുത്, അദ്ദേഹം അവളെ സഹായിക്കരുത്. അപ്പൊ ഷീ എന്ന് പറയുമ്പോൾ അപ്പൊ ഹിമിനെ ഹിം പറയാം അല്ലേ. അവൾ അവനെ സഹായിക്കണം. ഷീ ഷുഡ് ഹെൽപ്പ് ഹിം. ഹിം പ്രാക്ടീസ് ചെയ്തല്ലേ. അവൾ നമ്മെ സഹായിക്കണം. അസ് എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യാം. അവൾ നമ്മെ സഹായിക്കണം. ഷീ ഷുഡ് ഹെൽപ്പ് അസ്. നമ്മെ, ഞങ്ങളെ, നമ്മളെ എന്നൊക്കെ പറയുന്നതിന് എന്താ ഇംഗ്ലീഷിലെ അസ്, US, അസ് എന്നാ ഉച്ചരിക്കുന്നത് അല്ലെ. US, അസ് അല്ലെ, US, അസ് എന്ന് പറയുന്നത്. അപ്പോ നമുക്കത് പ്രാക്ടീസ് ചെയ്യാം. എന്താണ്? അവൾ ഞങ്ങളെ സഹായിക്കണം. ഷീ ഷുഡ് ഹെൽപ്പ് us. അവൾ ഞങ്ങളെ സഹായിക്കണോ. ഷുഡ് ഷീ ഹെൽപ്പ് us. അവൾ ഞങ്ങളെ സഹായിക്കരുത്. ഷീ ഷുഡ് നോട്ട് ഹെൽപ്പ് us. ഷീ ഷുഡ് നോട്ട് ഹെൽപ്പ് us. അവൾ ഞങ്ങളെ സഹായിക്കരുത്, 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 അവൾ നമ്മളെ സഹായിക്കരുത്, അവൾ നമ്മെ സഹായിക്കരുത്, അവൾ നമ്മളെ സഹായിക്കരുത്, അവൾ നമ്മളെ സഹായിക്കരുത്. ഓക്കെ, നമ്മളെയാണോ നമ്മയെന്ന് എനിക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി അവർ എന്നെ സഹായിക്കണം. മീ, എന്നെ എന്നുള്ളതിന് വാക്ക് എന്താണ്? മീ എന്നുള്ളതാണ്, ME. നമുക്കറിയാം ഇതൊക്കെ, എങ്കിലും പറയുന്നതേ ഉള്ളൂ. വി ഓൾ നോ ഓൾ ദീസ് തിങ്സ്. മീ എന്താണ്? അവർ എന്നെ സഹായിക്കണം. ദേ ഷുഡ് ഹെൽപ്പ് മീ. ദേ ഷുഡ് ഹെൽപ്പ് മീ. അവർ എന്നെ സഹായിക്കണം, അവർ എന്നെ സഹായിക്കണോ. ഷുഡ് ദേ ഹെൽപ്പ് മീ. ഇനി എന്താ പഠിച്ചത്? ദേ ഷുഡ് നോട്ട് ഹെൽപ്പ് മീ. അവർ എന്നെ സഹായിക്കരുത്. ദേ ഷുഡ് നോട്ട് ഹെൽപ്പ് മീ. അവർ എന്നെ സഹായിക്കരുത്, അവർ എന്നെ സഹായിക്കരുത്. ദേ ഷുഡ് നോട്ട് ഹെൽപ്പ് മീ. അവർ എന്നെ സഹായിക്കരുത്, അവർ എന്നെ സഹായിക്കരുത്, അവർ എന്നെ സഹായിക്കരുത്, അവർ എന്നെ സഹായിക്കരുത്,
അവർ എന്നെ സഹായിക്കരുത്, അവർ എന്നെ സഹായിക്കരുത്, അവർ എന്നെ സഹായിക്കരുത്, അവർ എന്നെ സഹായിക്കരുത്, അവർ എന്നെ സഹായിക്കരുത്, അവർ എന്നെ സഹായിക്കരുത്, അവർ എന്നെ സഹായിക്കരുത്. ഓക്കെ, ഇനി ഏതാണ്? നമുക്കിനി റൺ എടുക്കാം. റൺ എടുത്താൽ എങ്ങനെ ഉണ്ടാവും? റണ്ണിന്റെ അർത്ഥം എന്താണ്? ഓടുക. ബേസ് ഫോം ആണ് അത്, അല്ലെ? നമുക്ക് ഞാൻ ഓടണം, ഐ ഷുഡ് റൺ. ഞാൻ ഓടണോ, ഷുഡ് ഐ റൺ. ഞാൻ ഓടരുത്, ഐ ഷുഡ് നോട്ട് റൺ. ഞാൻ ഓടരുത്, ഐ ഷുഡ് നോട്ട് റൺ. ഓക്കെ, ഞാൻ ഓടരുത്, ഐ ഷുഡ് നോട്ട് റൺ. ഞാൻ ഓടരുത്, 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 ഞാൻ ഓടരുത്. ഇനി നമ്മൾ ഓടണം, വി ഷുഡ് റൺ. നമ്മൾ ഓടണോ, ഷുഡ് വി റൺ. നമ്മൾ ഓടരുത്, അല്ലെ? നമ്മൾ ഓടരുത്, പിടിച്ചേക്കണം. നമ്മൾ ഓടരുത്, വി ഷുഡ് നോട്ട് റൺ. വി ഷുഡ് നോട്ട് റൺ. നമ്മൾ ഓടരുത്, വി ഷുഡ് നോട്ട് റൺ. നമ്മൾ ഓടരുത്, നമ്മൾ ഓടരുത്, നമ്മൾ ഓടരുത്, നമ്മൾ ഓടരുത്. ഞങ്ങൾ ഓടരുത്, ഞങ്ങൾ ഓടരുത്, ഞങ്ങൾ ഓടരുത്, ഞങ്ങൾ ഓടരുത്, ഞങ്ങൾ ഓടരുത്, ഞങ്ങൾ ഓടരുത്. ഇനി അടുത്തത് നീ ഓടരുത്, അല്ലെ? ആദ്യം നമ്മൾ നീ ഓടണം, യു ഷുഡ് റൺ. നീ ഓടണോ, ഷുഡ് യു റൺ. നീ ഓടരുത്, യു ഷുഡ് നോട്ട് റൺ. യു ഷുഡ് നോട്ട് റൺ. നീ ഓടരുത്, യു ഷുഡ് നോട്ട് റൺ. നീ ഓടരുത്, നീ ഓടരുത്, നീ ഓടരുത്, നീ ഓടരുത്, നീ ഓടരുത്. നിങ്ങൾ ഓടരുത്, നിങ്ങൾ ഓടരുത്, നിങ്ങൾ ഓടരുത്. താങ്കൾ ഓടരുത്, താങ്കൾ ഓടരുത്, താങ്കൾ ഓടരുത്, താങ്കൾ ഓടരുത്. ഓക്കെ, അവൻ ഓടണം, ഹി ഷുഡ് റൺ. അവൻ ഓടണോ, ഷുഡ് ഹി റൺ. അവൻ ഓടരുത്, ഹി ഷുഡ് നോട്ട് റൺ. ഹി ഷുഡ് നോട്ട് റൺ. അവൻ ഓടരുത്, ഹി ഷുഡ് നോട്ട് റൺ. ഓക്കെ, അവൻ ഓടരുത്, അവൻ ഓടരുത്, അവൻ ഓടരുത്, അവൻ ഓടരുത്, അവൻ ഓടരുത്, അവൻ ഓടരുത്. അയാൾ ഓടരുത്, അയാൾ ഓടരുത്, അയാൾ ഓടരുത്, അയാൾ ഓടരുത്, അയാൾ ഓടരുത്, അയാൾ ഓടരുത്. അദ്ദേഹം ഓടരുത്, അദ്ദേഹം ഓടരുത്, അദ്ദേഹം ഓടരുത്. ഇനി മേളന്മാരുണ്ട്, കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്, ഇല്ല അല്ലേ? ഇനി അടുത്തത് അവൾ ഓടണം, ഷീ ഷുഡ് റൺ. അവൾ ഓടണോ, ഷുഡ് ഷീ റൺ. അവൾ ഓടരുത്, ഷീ ഷുഡ് നോട്ട് റൺ. ഷീ ഷുഡ് നോട്ട് റൺ. ഷീ ഷുഡ് നോട്ട് റൺ. അവൾ ഓടരുത്, 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 അവൾ ഓടരുത്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ. അവർ ഓടണം, they should run. അവർ ഓടണോ, should they run. അവർ ഓടരുത്, they should not run. They should not run. അവർ ഓടരുത്, they should not run. അവർ ഓടരുത്, 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 അവർ ഓടരുത്. ഓക്കെ, അപ്പൊ ഇന്ന് ഏതൊക്കെ വെർബാണ് കണ്ടത്? റൈറ്റ് കണ്ടു, ഡു കണ്ടു, ഗോ കണ്ടു, റൺ കണ്ടു. ഇനി ഒന്ന് ലാസ്റ്റ് നമുക്ക് സിറ്റ് എടുക്കാം, അല്ലെ? സിറ്റ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇരിക്കുക, അല്ലെ? ഇതെന്ത് ഫോമാണ്? സിറ്റ് അല്ലെങ്കിൽ ശരിയല്ലേ? SIT, യെസ്. സിറ്റിന്റെ അർത്ഥം എന്താണ്? ഇരിക്കുക. എന്ത് ഫോം? ബേസ് ഫോം ആണ്. അപ്പോ ഇരിക്കുക. ഞാൻ ഇരിക്കണം, ഐ ഷുഡ് സിറ്റ്. ഞാൻ ഇരിക്കണം, ഐ ഷുഡ് സിറ്റ്. ഞാൻ ഇരിക്കണോ, ഷുഡ് ഐ സിറ്റ്. ഞാൻ ഇരിക്കരുത്, ഐ ഷുഡ് നോട്ട് സിറ്റ്. ഐ ഷുഡ് നോട്ട് സിറ്റ്. ഞാൻ അവരോടൊപ്പം ഇരിക്കരുത്, ഐ ഷുഡ് നോട്ട് സിറ്റ് വിത്ത് ദം. ഐ ഷുഡ് നോട്ട് സിറ്റ് വിത്ത് ദം. ഞാൻ അവന്റെ കൂടെ ഇരിക്കരുത്, ഐ ഷുഡ് നോട്ട് സിറ്റ് വിത്ത് ഹിം. ഞാൻ നിന്റെ കൂടെ ഇരിക്കരുത്, ഐ ഷുഡ് നോട്ട് സിറ്റ് വിത്ത് യു. അതൊക്കെ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ പറയാം, വാചകം വലുതാക്കാം. ഓക്കെ, നമ്മൾ അതിന്റെ ബേസിക് മാത്രം ഇപ്പൊ കാണുന്നു.
ഞാൻ ഇരിക്കരുത്. ഓക്കെ, ഞാൻ ഇരിക്കണം, ഐ ഷുഡ് സിറ്റ്. ഞാൻ ഇരിക്കണോ, ഷുഡ് ഐ സിറ്റ്. ഞാൻ ഇരിക്കരുത്, ഐ ഷുഡ് നോട്ട് സിറ്റ്. ഐ ഷുഡ് നോട്ട് സിറ്റ്. ഞാൻ ഇരിക്കരുത്, 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 ഞാൻ ഇരിക്കരുത്. ഇനി നമ്മൾ ഇരിക്കണം, വി ഷുഡ് സിറ്റ്. നമ്മൾ ഇരിക്കണോ, ഷുഡ് വി സിറ്റ്. നമ്മൾ ഇരിക്കരുത്, അല്ലേ? വി ഷുഡ് നോട്ട് സിറ്റ്. വി ഷുഡ് നോട്ട് സിറ്റ്. നമ്മൾ ഇരിക്കരുത്, വി ഷുഡ് നോട്ട് സിറ്റ്. ഓക്കെ, നമ്മൾ ഇരിക്കരുത്, 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 ഞങ്ങൾ 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 ഇരിക്കരുത്. ഇനി നീ ഇരിക്കണം, യു ഷുഡ് സിറ്റ്. നീ ഇരിക്കണോ, ഷുഡ് യു സിറ്റ്. നീ ഇരിക്കരുത്, നീ ഇപ്പൊ ഇരിക്കരുത്, യു ഷുഡ് നോട്ട് സിറ്റ് നൗ. യു ഷുഡ് നോട്ട് സിറ്റ് നൗ. നീ ഇരിക്കരുത്, യു ഷുഡ് നോട്ട് സിറ്റ്. നീ ഇരിക്കരുത്, യു ഷുഡ് നോട്ട് സിറ്റ്. നീ ഇരിക്കരുത്, നീ ഇരിക്കരുത്, നീ ഇരിക്കരുത്, നീ ഇരിക്കരുത്, നീ ഇരിക്കരുത്, നീ ഇരിക്കരുത്, നിങ്ങൾ ഇരിക്കരുത്, നിങ്ങൾ ഇരിക്കരുത്, നിങ്ങൾ ഇരിക്കരുത്, നിങ്ങൾ ഇരിക്കരുത്, താങ്കൾ ഇരിക്കരുത്, താങ്കൾ ഇരിക്കരുത്, താങ്കൾ ഇരിക്കരുത്, താങ്കൾ ഇരിക്കരുത്. ഇനി അവനിരിക്കണം, ഹി ഷുഡ് സിറ്റ്. അവനിരിക്കണോ, ഷുഡ് ഹി സിറ്റ്. അവനിരിക്കരുത്, ഹി ഷുഡ് നോട്ട് സിറ്റ്. ഹി ഷുഡ് നോട്ട് സിറ്റ്. അവനിരിക്കരുത്. ഓക്കെ, അവൻ എവിടെ ഇരിക്കരുത്, ഹി ഷുഡ് നോട്ട് സിറ്റ് ഹിയർ. അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അവനിരിക്കരുത്, ഹി ഷുഡ് നോട്ട് സിറ്റ്. അവനിരിക്കരുത്, 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 അവനിരിക്കരുത്. അയാൾ ഇരിക്കരുത്, അയാൾ ഇരിക്കരുത്, അയാൾ ഇരിക്കരുത്, അയാൾ ഇരിക്കരുത്, അയാൾ ഇരിക്കരുത്, അയാൾ ഇരിക്കരുത്, അയാൾ ഇരിക്കരുത്. അദ്ദേഹം ഇരിക്കരുത്, അദ്ദേഹം ഇരിക്കരുത്, അദ്ദേഹം ഇരിക്കരുത്, അദ്ദേഹം ഇരിക്കരുത്. ഓക്കെ, അവൾ ഇരിക്കണം, ഷീ ഷുഡ് സിറ്റ്. അവൾ ഇരിക്കണോ, ഷുഡ് ഷീ സിറ്റ്. അവൾ ഇരിക്കരുത്, ഷീ ഷുഡ് നോട്ട് സിറ്റ്. അവൾ ഇരിക്കരുത്, ഷീ ഷുഡ് നോട്ട് സിറ്റ്. അവൾ ഇരിക്കരുത്, 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 അവൾ ഇരിക്കരുത്. ഇനി ലാസ്റ്റ് വൺ, അവർ ഇരിക്കണം, ദേ ഷുഡ് സിറ്റ്. അവർ ഇരിക്കണോ, ഷുഡ് ദേ സിറ്റ്. പിന്നെ ഇന്ന് പഠിച്ചത് അവർ ഇരിക്കരുത്, ദേ ഷുഡ് നോട്ട് സിറ്റ്. ദേ ഷുഡ് നോട്ട് സിറ്റ്. അവർ ഇരിക്കരുത്, ദേ ഷുഡ് നോട്ട് സിറ്റ്. അവർ ഇരിക്കരുത്, 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 അവർ ഇരിക്കരുത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഇതാണ് കണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു ചെറിയ കാര്യം കാണും, പിന്നെ അത് പ്രാക്ടീസ് ചെയ്യും. പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ വെറുതെ സമയം കളയുക. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ അതാണ് കുറെ കൂടി നല്ലത്. കൂടുതൽ വെബ്സ് വെച്ച് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഇപ്പൊ നമ്മൾ ഈ പ്രാക്ടീസ് തുടങ്ങിയത് വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങൾ കേൾക്കാൻ സമയം ഉണ്ടെങ്കിൽ 2-3 പ്രാവശ്യം കേൾക്കുന്നത് നല്ലതാണ്. അത് വെച്ചിട്ട് രണ്ടാമത്തെ കേൾക്കുമ്പോൾ നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക, എന്നിട്ട് ഉറക്കെ പറയണം. ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ, ഒന്നില്ല. അങ്ങനെ ഉറക്കെ പറഞ്ഞാൽ നമ്മൾ കൂടുതൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. പിന്നെ ഹോംവർക്ക് നൽകുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് ചെയ്തെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഉത്തരം ഈ ക്ലാസ്സിൽ നൽകുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഡിക്ഷണറിയുടെ കാര്യം ഞാൻ പറഞ്ഞു, ഡിക്ഷണറി വാങ്ങിക്കാൻ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.